ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള ചിക്കൻ ദം പൊറോട്ടയുടെ വീഡിയോ ആണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ദം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കാം. ഞാനിപ്പോൾ അതിന് 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് ഉപ്പും വിനീഗറൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മൾ മസാല ഉണ്ടാക്കി അതിനകത്തേക്ക് ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല. ഞാൻ ഈ പൊടികളെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യുക. 1 ടീസ്പൂൺ വീതം നല്ല എരിവുള്ള മുളക് പൊടിയും, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് അതൊന്ന് മൂത്തതിന് ശേഷം അങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് വെച്ചത്, അതുപോലെ തന്നെ കുറച്ച് വിനീഗർ 1 ടേബിൾ സ്പൂണോളം വിനീഗർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂണോളം കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് കൈവച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. കൈവച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം വേവിക്കാൻ വെക്കുമ്പോൾ ആദ്യം തന്നെ ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്കിലും ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിലിടുക. നന്നായിട്ട് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് വെന്തതിന് ശേഷം തുറന്ന് വെച്ച് കുറച്ച് വെള്ളം നന്നായിട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. നമുക്കിനി ചിക്കൻ വേവിച്ചെടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി ചെറിയ തീയിലിട്ടേക്കുന്നത് കണ്ടു. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിൽ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ചെറിയ തീയിൽ വെക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവുമ്പോഴാണ് നമുക്ക് ചിക്കൻ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ ഇതുപോലെ നന്നായിട്ട് ചിക്കൻ വേവുന്ന ഓരോന്ന് വേവിച്ചെടുക്കാം. എന്നിട്ടും ഇതുപോലെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. നന്നായിട്ട് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം അടച്ചു വെച്ച് വേവിച്ചാൽ ഇനി ചിക്കൻ ഓവറായിട്ട് വെന്ത് പോകും. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഞാനിതൊന്ന് ഇപ്പുറത്തെ ഗ്യാസിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള നമ്മുടെ സബോളയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള, അതായത് മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സബോള അങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇപ്പോൾ ഒരു 9 വലിയ വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇഞ്ചിയും കൂടെ ഞാനൊരു നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. ചെറിയ തീയിലിട്ട് തന്നെ ചെയ്യുക. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ചിക്കനിൽ നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മസാല റെഡി ആകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു വറുത്ത പോലെ ഫീൽ ചെയ്യും, വറുത്ത പോലെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ശരിക്കും ഒരു വറുത്ത ചിക്കൻ പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സബോള ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കുമ്പോൾ അത് അടിയിൽ പിടിക്കും പെട്ടെന്ന്. നമ്മൾ അരിഞ്ഞിടുവാണെങ്കിൽ അത്ര കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നോൺ വെജ് ഐറ്റംസിനൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് എന്നിട്ട് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം, ഓരോന്ന് വഴണ്ടി കിട്ടണം. നമുക്ക് അതുവരെ ഒന്ന് സബോള നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ അത്യാവശ്യം പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പൊടികൾ ഇനി ചേർക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
കുറച്ച് ഗരം മസാല. സ്പൈസസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എല്ലാവരും മാറ്റം വരുത്താം. എരിവനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ ഫെനൽ സീഡ്, ക്യുമിൻ സീഡ്സ് അല്ല, നമ്മുടെ വലിയ ജീരകം പൊടിച്ചത്, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മൂത്ത മണമൊക്കെ വന്നു തുടങ്ങി. ഇതിനകത്തേക്ക് ഞാനൊരു 2 ചെറിയ ടൊമാറ്റോസ് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച്, തക്കാളിക്ക് ആവശ്യമുള്ള ഉപ്പ് മതി, കാരണം ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്തുടയുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ആവി കയറണം. നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒരു 5 മിനിറ്റെങ്കിലും ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് വെച്ചതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ആവിയൊക്കെ വന്നു. അപ്പോൾ ഞാനിത് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഞാനതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് ഇനി അതൊരു ചെറിയ തീയിൽ ഒരു 5-10 മിനിറ്റോളം ചെറിയ തീയിൽ തന്നെ ഇടുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഇതിനധികം ഗ്രേവി വേണ്ട നമ്മുടെ ഈ ദം പൊറോട്ട ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ഒരു മുട്ടയുടെ ഒരു മസാലയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ദം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ഗ്രേവിയുള്ള ഒരു മസാലയായിട്ടാണ് നമ്മൾ മുട്ട ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ അത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിതൊന്നും ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അതുകൊണ്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ ഇത് നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കനൊക്കെ വെന്തതാണ്, അതുകൊണ്ട് പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് ഓരോ പീസസായിട്ട് നമുക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ ലെയറായിട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ചിക്കൻ പീസ് ഇടയ്ക്ക് വെക്കാനായിട്ട്, അപ്പം പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു തുറന്ന് വെച്ച് ഒരു 5-10 മിനിറ്റോളം ചെറിയ തീയിലിട്ടിരുന്നു. നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ലാസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ല വറുത്ത് നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മൺചട്ടിയിൽ നമുക്ക് പൊറോട്ട ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ മൺചട്ടിയിൽ ഡയറക്റ്റായിട്ടാണ് ശരിക്കും ഇത് ദം ചെയ്തെടുക്കേണ്ടത്. അതായത് പൊറോട്ട നമ്മൾ ഡയറക്റ്റായിട്ട് ചട്ടിയിലേക്ക് ലെയറായിട്ട് ആദ്യം മുട്ടക്കറിയുടെ ലെയർ, പിന്നെ പൊറോട്ട, പിന്നെ ചിക്കൻ്റെ ലെയർ അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന പോലെ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, പൊറോട്ട ചെയ്യുമ്പോൾ നമുക്കത് സെർവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം ബിരിയാണി ആകുമ്പോൾ നമുക്ക് ഒരു റൈസ് കട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ചിക്കനും അതുപോലെ റൈസും ഒക്കെ നമുക്കിങ്ങനെ കുറച്ച് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ പൊറോട്ട ആകുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നമുക്ക് ആവി കയറി ദം ചെയ്തതിന് ശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാഴയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാട്ടിയിട്ട് ഒരു വാഴയില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ദം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ദം ആയി കഴിയുമ്പോൾ നമുക്ക് ഈ വാഴയിലയിൽ പിടിച്ച് നമുക്കിത് പുറത്തേക്ക് നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ വാഴയില അടിയിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഒട്ടും തന്നെ വെള്ളം ഇല്ലല്ലോ, അപ്പോൾ അത് ഡ്രൈ ആയിട്ട് അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഴയിലയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് വാട്ടി ഒരു വാഴയില വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ദം ആയി കഴിയുമ്പോൾ ഈ വാഴയിലയിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാഴയില ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ ഈ മുട്ടക്കറിയുടെ ഗ്രേവി മാത്രം, ആ ലെയറാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തേക്കും. ഈ ലെയർ ഏറ്റവും താഴെ ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മുട്ടക്കറി കുറച്ച് റോസ്റ്റ് അല്ലാതെ ഒരു കറിയായിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും. വെള്ളമായി ഒട്ടും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് അടി പിടിക്കും. ഇനി നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഒരു പൊറോട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. 2 പൊറോട്ട നമുക്ക് താഴെ വെച്ച് കൊടുക്കണം. എന്നാലും നമുക്കത് എടുക്കുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ 2 പൊറോട്ട ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് മുട്ടക്കറിയുടെ ഗ്രേവിയും മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് പുതിനയില ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് നട്ട്സും കിസ്മസ് വറുത്തത്, അതുപോലെ തന്നെ കുറച്ച് സബോള വറുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് അടുത്ത ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയർ മാത്രം 2 പൊറോട്ട, പിന്നെ നമുക്കിനി ഓരോ ലെയർ വെച്ച് കൊടുത്താൽ മതി. പിന്നെ മുകളിലേക്കായിട്ട് ഒരു ലെയർ പൊറോട്ട വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ്റെ റോസ്റ്റാണ്. നമ്മൾ ഈ മുട്ടക്കറി കുറച്ച് റോസ്റ്റായിട്ട് കറിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചിക്കൻ അധികം ഗ്രേവി ഇല്ലാതെ ചെയ്തെടുക്കുന്നത്. ചിക്കൻ റോസ്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലായിടത്തുമായിട്ട് വെച്ച് കൊടുക്കുക ചിക്കൻ്റെ പീസസ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, നട്ട്സും കിസ്മസും വറുത്തത് ഇട്ട് കൊടുക്കുക, കുറച്ച് ഓണിയൻ വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ഒരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കാം. അതുപോലെ ചട്ടി ഒരുപാട് വലുതാണെങ്കിൽ നിങ്ങൾ 2 പൊറോട്ട വീതം 2 പൊറോട്ട വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചട്ടിയിൽ ഒരു പൊറോട്ട കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വെക്കുന്നുള്ളൂ. ഇനി ഇവിടെയും കുറച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. നമ്മുടെ മുട്ടയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ കുറച്ച് മല്ലിയിലയും മല്ലിയില ഇട്ട് കൊടുക്കുക. പുതിനയില ഉള്ളവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സും കിസ്മസും ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മുടെ ലാസ്റ്റത്തെ പൊറോട്ടയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടക്കറിയുടെ ഗ്രേവി മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇടുക, നട്ട്സും കിസ്മസും ഇട്ട് കൊടുക്കുക. എടുത്തു വെച്ചിരുന്ന 5 പൊറോട്ട ഇതുപോലെ ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കണം. അതായത് ആവി കയറി വരണ വരെ നമുക്ക് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ വെച്ച് കൊടുത്ത വാഴയില ഇതിങ്ങനെ അങ്ങോട്ട് നമുക്ക് ആക്കി കൊടുക്കാം. കാരണം നമുക്കിതുമ്മേ ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിനാണ് ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. കാരണം നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് ഇത് തിരിച്ചൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട് ദം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലയെല്ലാം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ വേറൊരു വാഴയില എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കണം. എന്തെങ്കിലും ഒന്നെങ്കിൽ വാഴനാര് തന്നെ വെച്ച് കെട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൂല് വെച്ച് കെട്ടാം. ഇനിയിപ്പോൾ വാഴയിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ താഴത്ത് ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. നമ്മൾ വാഴയില ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ചട്ടിയിൽ തന്നെ ചെയ്യാൻ നോക്കാം. ഞാനിത് നന്നായിട്ട് വാഴയില വെച്ച് കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ തന്നെ ചെറിയ തേയിലിട്ടിട്ട് ഇത് ആവി കയറാനായിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിടാം, കാരണം നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരാനായിട്ട്. ഇനി ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ വെച്ച് കൊടുത്ത ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് 2-3 മിനിറ്റ് അത്ര മതി. അന്നത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, നമ്മുടെ ഈ മൺചട്ടി ഒന്ന് ചൂടായി കിട്ടാനായിട്ട്. ചൂടായതിന് ശേഷം നമുക്കത് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടച്ച് ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ തീയിൽ. ആദ്യം ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടു, പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഇട്ട് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തേക്കും നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് ചൂട് കയറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ദം പൊറോട്ട റെഡി ആയിട്ടുണ്ട്. മൺചട്ടിയിൽ നമ്മൾ ദം ചെയ്തെടുത്ത നമ്മുടെ ചിക്കൻ ദം പൊറോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസുകൾ അയയ്ക്കുക.
അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.